Hello all, welcome to Steady Wake. വിലയിരുത്ത സെക്ഷനിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എ ചെയിൻ ഹാവിംഗ് 6 കാർബൺ ആറ്റം ഈസ് ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ആഡിംഗ് ഹൈഡ്രജൻ ആറ്റം ടു ഈച്ച് കാർബൺ ആറ്റം. അത് നമുക്ക് ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഈ സ്ട്രക്ചറിന് ഹൈഡ്രജൻ ആറ്റത്തിന് ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? കാർബണിന്റെ വാലൻസി ആണ്. അതായത് കാർബണിന്റെ വാലൻസി 4 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇത് കാർബൺ യൂട്ടിയപ്പും 4 കെമിക്കൽ ബോണ്ട് ഉണ്ടാവും. ഇവിടെ നോക്കി, ഇവിടെ ഫസ്റ്റത്തെ കാർബണിന്റെ കേസ് നോക്കി, ഇവിടെ എത്ര കെമിക്കൽ ബോണ്ട് ആയില്ലത്? ഒരു കെമിക്കൽ ബോണ്ട് ആയില്ലത്. ഈ ഒന്ന് മാത്രമേ ഇവിടെ ഇല്ലൂ. അപ്പം ഈ കാർബൺ സ്റ്റേബിൾ ആവണമെങ്കിൽ എത്ര ബോണ്ടും കൂടി വേണം? 3 ബോണ്ടും കൂടി വേണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ബോണ്ട് വരച്ചു കൊടുക്കാം. ഈ 3 ബോണ്ടിൽ ആരെ ആഡ് ചെയ്യേണ്ടത്? ഹൈഡ്രജൻ ആറ്റത്തിനെയാണ്. ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഇവിടെ 1 2 2 ബോണ്ട് ഉണ്ട്. അപ്പൊ സ്റ്റേബിൾ ആവണമെങ്കിൽ 2 എണ്ണം കൂടി വേണം. ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഹൈഡ്രജൻ കൊടുത്തു. ഇവിടെ 1 2 3 3 ബോണ്ട് ഉണ്ട്. ഇനി അപ്പൊ സ്റ്റേബിൾ ആണെങ്കിൽ ഒരു ബോണ്ടും കൂടി മതി. അത് നമ്മളിവിടെ കൊടുത്തു. ഇനി ഇവിടെ 1, ഇവിടെ ഈ കാർബൺ ആണെങ്കിൽ 1 2 2 ബോണ്ട് ഉണ്ട്. ബാക്കി 2 ബോണ്ട് ഇവിടെ കൊടുത്തു. ഇവിടെ ആണെങ്കിൽ 1 ഒരു ബോണ്ട് ഉണ്ട്. കംപ്ലീറ്റ് ആവാൻ 3 എണ്ണം കൂടി വേണം. 1 2 3. ഈ കാർബൺ ആണെങ്കിലും 1 2 3 4. ഓക്കെ അല്ലേ? ഇതിന്റെ സ്ട്രക്ചറൽ ഫോമിലൂടെ എടുത്തതാ CH3 CH2 CH CH3 CH2 CH3. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല ഏതാണ് പറയുന്നത്. മോളിക്കുലർ ഫോർമുല എങ്ങനെ എഴുതേണ്ടത്? ഫസ്റ്റ് നമുക്ക് എത്ര കാർബണാറ്റ് ഉണ്ട് എന്ന് നോക്കാം. 1 2 3 4 5 6 6 കാർബണാറ്റ് ഉള്ളത്. ഈ 6 എവിടെയാ കൊടുക്കണ്ടേ? കാർബണിന്റെ തൊട്ട് താഴെ കൊടുക്കേണ്ടത്. ഇനി എത്ര ഹൈഡ്രജൻ ആറ്റാ ഉള്ളത്? 3 3 6 6 2 8 8 2 10 10 3 13 14 C6H 14. ഈ 14 എവിടെ കൊടുക്കേണ്ടത്? ഹൈഡ്രജന്റെ തൊട്ട് താഴെയാണ്. അപ്പൊ മോളിക്കുലർ ഫോമിൽ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നമ്പേഴ്സ് കൊടുക്കേണ്ടത് ഇപ്പം 6 ആണ് കാർബണിന്റെ തൊട്ട് താഴെ കൊടുക്കണം, 14 ആണ് ഹൈഡ്രജന്റെ തൊട്ട് താഴെ കൊടുക്കണം. അതായത് കിട്ടുന്ന നമ്പർ ഇതിന്റെ തൊട്ട് താഴെ ആയിരിക്കണം കൊടുക്കുന്നത്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ ആണോ? നെക്സ്റ്റ് ആണ് ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പം ഈ കോമ്പൗണ്ടിന്റെ മെയിൻ ചെയിൻ എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് ചോദിക്കുന്നത്. ആൻസർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മെയിൻ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. മെയിൻ ചെയിൻ തിരഞ്ഞെടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റുള്ള ചെയിനെയാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരും ഒറ്റയ്ക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കണം. കാരണം ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നെങ്കിൽ, അപ്പം ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നെങ്കിൽ ഇവിടെ എത്ര കാർബണാറ്റ് ഉള്ളത്? 1 2 3 4 4 കാർബണാറ്റ് ഉള്ളത്. ഇനി അതിന് പകരം ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്താൽ ഇവിടെ എത്ര കാർബണാറ്റ് ഉണ്ട്? 1 2 3 4 5 5 കാർബണാറ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്? ഇവിടെ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇതെന്താണ്? ഇത് അവിടുത്തെ ബ്രാഞ്ച് ആണ്. ഇത് മെയിൻ ചെയിനും ഇത് ബ്രാഞ്ചും ആണ്. ഇനി നോക്കിയാൽ ഇനി മെയിൻ ചെയിനിൽ എത്ര കാർബണാറ്റ് ഉള്ളത്? 1 2 3 4 5 5 കാർബണാറ്റ് ഉള്ളത്. കാർബൺ ആറ്റംസ് ഇൻ മെയിൻ ചെയിൻ 5 ആണ്. നെക്സ്റ്റ് ആണ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. IUPAC നെയിം വരുന്ന സമയത്ത് എന്താ വേണ്ടത്? ഈ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുക 1 2 3. അതായത് ഇവിടെ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന് കിട്ടുന്ന നമ്പർ 3 ആണ്. ഇനി ഓപ്പോസിറ്റ് നമ്പർ ചെയ്യുന്ന സമയത്തോ 1 2 3. അത് രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യുന്ന സമയത്തും ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ മീഡിയൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന് കിട്ടുന്ന നമ്പർ 3 ആണ്. അപ്പൊ പൊസിഷൻ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് പറയുന്നതാണ് 3 ആണ്. ഇനി 3 ഹൈഫൺ അറ്റാച്ച് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? CH3 ആണ്. അപ്പൊ മീതേല് 3 മീതേൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബണാറ്റ് ഉള്ളത്. 5 കാർബണാറ്റ് എന്ന് പറയുമ്പോൾ പെൻഡേൻ ആണ്. 3 മീതേൽ പെൻഡേൻ. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. 3 മീതേൽ പെൻഡേൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ കുറെ കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ടിൽ IUPAC നെയിം ഏതാണ് പറയുന്നത്. ഫസ്റ്റത്തെയാണ് CH3 CH2 CH2 CH CH3 CH2 CH3.
അതായത് ഇതൊരു ആൽക്കെയിൻ ആണ്. ആൽക്കെയിൽ എന്നാണ് ഒരു ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്പർ ചെയ്യുമ്പോൾ എന്താ വേണ്ടി, ഈ മീഥൈൽ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പർ ചെയ്തത്. നമുക്ക് ഫസ്റ്റ് ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന് കിട്ടിയ നമ്പർ എന്താണ്? 4 ആണ്. ഇനി ഓപ്പോസിറ്റ് നമ്പർ ചെയ്യുന്ന സമയത്തോ 1 2 3 4 5 6. ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന് കിട്ടുന്ന നമ്പർ 3 ആണ്. അപ്പൊ 3 ആണോ 4 ആണ്? ഏതാണ് ചെറുത്? 3 അല്ലേ? അപ്പൊ 3 ആണ് നമ്മുടെ പൊസിഷൻ നമ്പർ. 3 അറ്റാച്ച് ചെയ്ത ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാണ്? CH3 ആണ്. അപ്പൊ 3 മീഥൈൽ. പിന്നെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. സോ 3 മീഥൈൽ ഹെക്സേൻ ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH CH3. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഡബിൾ ബോണ്ടാ ഉള്ളത്. അതായത് ഇതൊരു ആൽക്കീൻ കോമ്പൗണ്ട്. ആൽക്കീനെ നെയിമിങ് ചെയ്യുന്ന സമയത്ത് എന്താ വേണ്ടത്? ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്പർ കൊടുക്കേണ്ടത്. പി ഡയറക്ഷൻ കൊടുക്കുന്ന സമയത്ത് 1 2 3 4 5 6. അതായത് ഈ ഡയറക്ഷനിൽ കൊടുക്കുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ടിലെ കാർബൺ ആറ്റത്തിന് കിട്ടുന്ന നമ്പർ 2 ആണ്. അതായത് 2 3 കാർബൺ ആറ്റത്തിന്റെ ഇടക്കാണ് ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ ലോവസ്റ്റ് കിട്ടുന്ന നമ്പർ 2. ഇനി ഓപ്പോസിറ്റ് ആണെങ്കിൽ 1 നമ്പർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് അറിയാം 5 6. ഇവിടെ ഓക്കെ, ഇവിടുന്ന് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ 4 ആണ്. അപ്പൊ ഈ ഡയറക്ഷൻ വഴി നമ്പർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 4 ആണ്. അപ്പൊ ഏതാ ലോവസ്റ്റ് നമ്പർ? 2 ആണ്. എത്ര കാർബൺ ആറ്റം ഉള്ളത്? 6 കാർബൺ ആറ്റം ഉള്ളത്. അപ്പൊ ഹെക്സ് ഹൈഫൺ 2 ഈൻ. ഹെക്സ് 2 ഈൻ ആണ് ആൻസർ. നെക്സ്റ്റ് CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് CH3. ഇവിടെ എന്തായാലും ഇവിടെ ട്രിപ്പിൾ ബോണ്ടാ ഉള്ളത്. അപ്പം ഇവിടെ നമ്പർ ചെയ്യുന്ന സമയത്ത് എന്താണ്? ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലാണ് നമ്പർ കൊടുക്കേണ്ടത്. 1 2 3 4 5 6. അത് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന, ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ 2 ആണ്. നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തായാലും 2ന് മേലെ വരും. അപ്പം ഇവിടെ വരുന്നത് ഹെക്സ് 2 സഫിക്സ് എന്താ വരുന്നത്? ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് YN ആണ്. ആൽക്കൈൻ ആയതുകൊണ്ട് സഫിക്സ് YN. നെക്സ്റ്റ് CH3 CH2 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 COH. ഇവിടെ ഇത് ഏതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? കാർബോക്സിലിക് ആസിഡ് അല്ലേ? കാർബോക്സിലിക് ആസിഡ് വരുന്ന സമയത്ത് എന്താണ് ഇതിന്റെ സഫിക്സ് ആയിട്ട് ആഡ് ചെയ്യേണ്ടത്? ഓയിക് ആസിഡ് ആണ്. ഇവിടെ 1 2 3 4 5 5 കാർബണാറ്റം ഉള്ളത്. 5 കാർബണാറ്റം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആൽക്കൈൻ ഏതാണ്? പെൻറ്റെയിൻ ആണ്. ഈ പെൻറ്റെയിലത്തെ ഈ കളഞ്ഞിട്ട് എന്താ ആഡ് ചെയ്യണം? ഓയിക് ആസിഡ് ആഡ് ചെയ്യണം. അപ്പൊ എന്താ ആൻസർ കിട്ടുന്നത്? പെൻറ്റനോയിക് ആസിഡ്. നെക്സ്റ്റ് ഓക്കെ, CH3 CH2 CH2 CHO. ഇവിടെ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് ഏതാണ്? CHO ഗ്രൂപ്പ് അല്ലെ C ഡബിൾ ബോണ്ട് H പറയുമ്പോൾ ഏതാണ്? ആൽഡിഹൈഡ് ആണ്. എത്ര കാർബൺ ആറ്റം ഇത്? 1 2 3 4. 4 കാർബൺ ആറ്റം ഇത്. 4 കാർബൺ ആറ്റം ആൽക്കൈൻ ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ആ ബ്യൂട്ടൈൻ ഇവിടെ ഇപ്പം പെൻറ്റെയിലത്തെ ഈ കളഞ്ഞ പോലെ ഇവിടെ ബ്യൂട്ടൈനിലത്തെ ഈ കളഞ്ഞിട്ട് എന്ത് ചേർക്കണം? ആല് ചേർക്കണം. അപ്പൊ ആൻസർ കിട്ടുന്നത് ബ്യൂട്ടനാൽ. നെക്സ്റ്റ് CH3 CH2 CH2 CO CH3. ഇവിടെ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് ഏതാണ്? CO എന്ന് പറയുമ്പോൾ ഏതാണ്? കീറ്റോ ഗ്രൂപ്പ് ആണ്. ഇവിടെ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 3ൽ കൂടുതൽ കാർബൺ ആറ്റം ഉണ്ട്. അതായത് 1 2 3 4 5 5 കാർബൺ ആറ്റം ഉള്ളത്. 3ൽ കൂടുതൽ കാർബൺ ആറ്റം വരുന്ന സമയത്ത് എന്ത് വേണം? ഈ കീറ്റോ ഗ്രൂപ്പിന്റെ സ്ഥാനസംഖ്യ അല്ലെങ്കിൽ പൊസിഷൻ നമ്പർ കൂടി മെൻഷൻ ചെയ്യണം. അതായത് ഇതിന്റെ നോമൻക്ലേച്ചർ ചെയ്യുന്ന സമയത്ത് ഈ കീറ്റോ ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ നോക്കിയേ 1 2 3 4 5. ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് കീറ്റോ ഗ്രൂപ്പിന് കിട്ടുന്ന നമ്പർ 2 ആണ്. ഇനി ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം 1 2 3 4. ഇവിടെ കിട്ടുന്ന നമ്പർ 4 ആയിരിക്കും. അപ്പം ഇവിടെ കീറ്റോ ഗ്രൂപ്പിന് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ 2 ആണ്. ഇനി എത്ര കാർബൺ ആറ്റം ഉള്ളത്? 5 കാർബൺ ആറ്റാണ്. അപ്പം പെൻറ്റാൻ 2 ഓൺ ആണ് ആൻസർ. അടുത്തതാണ് CH3 CH2 CCl CH3. അതായത് ഈ കാർബണിൽ 2 Cl ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4. 1 2 3 4. അതായത് ഈ ക്ലോറിൻ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ 2 ആണ്. ഇനി ഈ രണ്ടാമത്തെ പൊസിഷനിൽ എത്ര ക്ലോറിൻ ആറ്റം ഉണ്ട്? 2 ക്ലോറിൻ ആറ്റം ഉള്ളത്. അപ്പൊ 2,2 ഹൈഫൺ. ഇനി എത്ര 2 ക്ലോറിൻ ആറ്റം എന്ന് പറയുമ്പോൾ ഡൈ ക്ലോറോ. ഇനി എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 ആണ്. അപ്പൊ
2,2 ഡൈക്ലോറോ ബ്യൂട്ടേൻ. ഇനി ഇതിന് വരെ 3 ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്? ട്രൈക്ലോറോ ആയിരിക്കും. 4 ടെട്ര ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് CH3 CH2 O CH2 CH3. ഇതെന്താണ്? ഇതൊരു ആൽക്കോക്സി കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ആണെങ്കിൽ ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം വരുന്നത് 2 ഈക്വൽ നമ്പർ ആയതുകൊണ്ട് 2 കാർബൺ ആറ്റം ഇതിനെ എന്നാ വിളിക്കുന്നത്? ഈഥേനാണ്. അപ്പം ഈഥോക്സി ഈഥേനാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഈഥോക്സി ഈഥേൻ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ, CH3 C ഡബിൾ ബോണ്ട് CH3 CH3. ഇവിടെ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇവിടെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഡബിൾ ബോണ്ടും ഉണ്ട്, ബ്രാഞ്ചും ഉണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ടും ബ്രാഞ്ചും വരുന്ന സമയത്ത് ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കേണ്ടത്? ഡബിൾ ബോണ്ടിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതായത് ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്പർ കൊടുക്കേണ്ടത്. അപ്പൊ നോക്കിയേ, ഈ ഡയറക്ഷൻ നമ്പർ ചെയ്യുന്ന സമയത്ത് 1 2 3 4. അതായത് ഇവിടെ ഡബിൾ ബോണ്ടിന് കിട്ടുന്ന നമ്പർ 2 ആണ്, ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പറും 2 തന്നെയാണ്. ഓപ്പോസിറ്റ് ആവുന്ന സമയത്ത് 1 2 3 4. അത് ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോണ്ടിന് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ 2 ആണ്. അതുപോലെ ബ്രാഞ്ചിന് കിട്ടുന്ന ലോവസ്റ്റ് നമ്പറും 2 ആണ്. ഓപ്പോസിറ്റ് നമ്പർ ചെയ്യുന്ന സമയത്തോ ഡബിൾ ബോണ്ടിന് കിട്ടുന്ന നമ്പർ 2 തന്നെയാണ്, പക്ഷെ ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ 3 ആണ്. അപ്പം രണ്ട് ഡയറക്ഷനിൽ നോക്കുന്ന സമയത്തും 2 ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടി, അതുപോലെ ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ കിട്ടി. അതായത് പൊസിഷൻ നമ്പർ ആയിട്ട് നമുക്ക് 2നെ പ്രിഫർ ചെയ്യാം. അപ്പോൾ 2 മീഥൈൽ, പിന്നെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 4 കാർബൺ ആറ്റം ഉണ്ട്. ബ്യൂട്ട് 2 ഈൻ. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ എന്താണ്? ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, ബ്രാഞ്ചും ഉണ്ട്. അപ്പൊ ട്രിപ്പിൾ ബോണ്ടും ബ്രാഞ്ചും വന്നാലോ ഇവിടെയും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ട്രിപ്പിൾ ബോണ്ടിനെയാണ്. അപ്പം ട്രിപ്പിൾ ബോണ്ടിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലേക്കാണ് നമ്പർ കൊടുക്കേണ്ടത്. ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന നമ്പർ 1 ആണ്. 1 പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയില്ലേ? അപ്പം ബ്രാഞ്ചിന് കിട്ടുന്ന നമ്പർ 3 ആണ്. ആൻസർ വരുന്നത് 3 മീഥൈൽ ബ്യൂട്ട് 1 I. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട് ഗിവൺ ബിലോ. അത് നമുക്ക് ചില കോമ്പൗണ്ട് IUPAC നെയിം വന്നിട്ടുണ്ട്, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല വരക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2,3,3 ട്രൈമീഥൈൽ ഹെക്സേൻ. അപ്പം ട്രൈമീഥൈൽ ഹെക്സേൻ എന്നാ പറയുന്നത്. ട്രൈമീഥൈൽ ഹെക്സേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഇത്? 6 കാർബൺ ആറ്റം ഇത്. 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഇത്. ഇനി 2,3,3, അതായത് രണ്ടാമത്തെ പൊസിഷനിലും മൂന്നാമത്തെ പൊസിഷനിലാണ് ഏതില്ലത്? മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. ഇനി 3,3 എന്നാ പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ പൊസിഷനിൽ എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടോട്ടലി ട്രൈ എന്ന് പറയുമ്പോൾ 3 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. അതിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് രണ്ടാമത്തെ പൊസിഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ പൊസിഷനിൽ 3,3 എന്ന് പറയുന്നുണ്ട്, അവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻസർ ഇനി ബാലൻസ് ഫില്ലാക്കുക. CH3 CH 1 2 3 4. ഇനി ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യം ഉണ്ടോ? ഇല്ല. CH2 CH2 CH3. അടുത്തതാണ് ഈതോക്സി ബ്യൂട്ടേൻ. ഈതോക്സി ബ്യൂട്ടേൻ ആയിരുന്നു. അപ്പം ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 4 കാർബൺ ആറ്റം ഉള്ളത്. 1 2 3 4. ഈതോക്സി ഇവിടെ എന്ത് വരക്കുക? ഓക്സിജനെ കൊടുക്കുക. ഇനി ഈതോക്സി എന്നല്ലേ പറയുന്നത്. ഈതോക്സി പറയുമ്പോൾ ഈത് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 2 കാർബൺ ആറ്റം ഉള്ളത്. ആ 2 കാർബൺ ആറ്റത്തിന് ഇവിടെ കൊടുക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? വാലൻസി ഫില്ലാക്കിയാൽ മതി. CH3 CH2 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 CH3. അടുത്തതാണ് ബ്യൂട്ടാൻ 2 ഓൺ എന്ന് പറയുന്നത്. ബ്യൂട്ടാൻ 2 ഓൺ എന്ന് പറയുമ്പോൾ 1 2 3 4 4 കാർബൺ ആറ്റം വേണം. ഇനി ബ്യൂട്ടാൻ 2 ഓൺ എന്നാ പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കാർബൺ 1 2 3 4 രണ്ടാമത്തെ കാർബണിൽ ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? CO ഗ്രൂപ്പ്. അതായത് 2 ഓൺ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കീറ്റോ ഗ്രൂപ്പ് ആണ്. കീറ്റോ ഗ്രൂപ്പ് പറയുമ്പോൾ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ്. അത് രണ്ടാമത്തെ പൊസിഷനിൽ വേണം. ബാക്കി എന്ത് കൊടുക്കുക? CH3 CH2 CH3. അടുത്ത ക്വസ്റ്റ്യൻ ആണ് പെന്റ് 1I. പെന്റ് 1I എന്ന് പറയുന്ന സമയത്ത് പെന്റ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. 5 കാർബൺ ആറ്റത്തിന് ആദ്യം വരച്ചു കൊടുക്കാം. ഇനി പെന്റ് 1I എന്നാ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാർബണിന്റെ അടുത്ത് എന്തുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്.
ഇനി എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഇനി ബാലൻസ് ഫില്ലാക്കിയാൽ മതി. CH ട്രിപ്പിൾ ബോണ്ട് CH2 CH2 CH3. അടുത്തതാണ് ഹെക്സാൻ 2 ഓള്. ഹെക്സാൻ 2 ഓൾ എന്ന് പറയുന്നത്. ഹെക്സാൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 5 6 6 കാർബൺ ആറ്റം. ഇനി ഹെക്സാൻ 2 ഓൾ എന്നല്ല പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ 1 1 2 രണ്ടാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. 2 ഓൾ എന്ന് പറയുമ്പോൾ OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആണ്. അതെല്ലാം എല്ലാവരും പഠിക്കണം, കാരണം അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത നോമൻക്ലേച്ചർ. 1 2 3 4 CH2 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 CH3. അടുത്താണ് 3 ബ്രോമോ ഹെപ്റ്റേൻ. F ഇവിടെ വരക്കാം. 3 ബ്രോമോ ഹെപ്റ്റേൻ എന്ന് പറയുന്ന സമയത്ത് ഹെപ്റ്റേൻ ആകുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 7 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5 6 7. ഇനി 3 ബ്രോമോ എന്ന് പറയുന്നത് ഇപ്പൊ 1 2 3 മൂന്നാമത്തെ പൊസിഷനിൽ എന്ത് വരക്കണം? ബ്രോമിനെ വരക്കണം. ഇനി എന്താ മതി? ബാലൻസ് ഫില്ലാക്കിയാൽ മതി. അപ്പൊ CH3 CH2 CH CH2 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 CH3. ഇനി F എന്താണ്? F അല്ല, G എന്താണ്? പെന്റനാലാണ്. പെന്റനാൽ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ട്. 1 2 3 4 5. ഇനി പെന്റനാൽ എന്ന് പറയുന്നത്, ആൽ എന്ന് പറയുമ്പോൾ അവിടെ ഏത് ഗ്രൂപ്പ് ആയാലും ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് പറയുമ്പോൾ CHO CH2 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 CH3. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ എല്ലാവരും ഈ ഒരു നോമൻക്ലേച്ചറിൽ നോക്കി വെക്കുക, അതുപോലെ ഈ ക്വസ്റ്റ്യനും നോക്കി വെക്കുക. കാരണം ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് നിങ്ങളുടെ എക്സാമിന് വരുന്നത്. അപ്പൊ ഇതെല്ലാം ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദി സ്ട്രക്ചറൽ ഫോർമുല ആൻഡ് IUPAC names of certain compounds are given below. Identify the wrong ones and correct them. അതായത് നമുക്ക് ചില കോമ്പൗണ്ടും അതിന്റെ IUPAC നെയിമും തന്നിട്ടുണ്ട്. പക്ഷെ ചിലതിന്റെ IUPAC നെയിം എന്നാണ് റോങ് ആണ്, അത് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് കോമ്പൗണ്ട് നോക്കിയൊക്കെ, ഈ ഒരു കോമ്പൗണ്ട് എടുത്ത നെയിം എന്ന് പറയുന്നത് 2-ethyl pentane ആണ്. നമുക്ക് നോക്കി ഈ നെയിമും ഈ സ്ട്രക്ചറും കറക്റ്റ് ആണെന്ന് നോക്കിയാലോ. ഇപ്പം ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്ന സമയത്ത് 1 2 3 4 5 5 കാർബൺ ആറ്റം കിട്ടും. അപ്പം ഇത് അതിന്റെ ബ്രാഞ്ചുമായിട്ട് എടുത്താൽ നമുക്ക് ഏത് നെയിം കിട്ടും? 2-ethyl pentane എന്ന് പറയുന്ന നെയിം കിട്ടും. പക്ഷെ നിങ്ങൾ ഒന്നും കൂടി നോക്കി നോക്കിയേ, ഇതാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ മെയിൻ ചെയിൻ ഏതായിരിക്കും? നമ്മൾ ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നതെങ്കിലോ, ഇങ്ങനെയാണ് മെയിൻ ചെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ എത്ര കാർബൺ ആറ്റത്തിന് കിട്ടുന്നത്? 1 2 3 4 5 6 6 കാർബൺ ആറ്റത്തിന് കിട്ടും. ഇവിടെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ കിട്ടിയേ? ഇങ്ങനെ എടുക്കുന്ന സമയത്ത് 5 കാർബൺ ആറ്റത്തിന് കിട്ടിയത്. ഇനി ഇതുപോലെ എടുക്കുന്നെങ്കിലോ 6 കാർബൺ ആറ്റത്തിന് കിട്ടും. അപ്പൊ ഇതിലത്തെ മെയിൻ ചെയിൻ, ഇതല്ലേ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ചെയിൻ. അപ്പൊ നെയിം ഇതായിരിക്കും ഇതിലത്തെ നെയിം. ഇത് റോങ് ആണ്. കറക്റ്റ് നെയിം എന്നാണ്? നമുക്ക് നമ്പർ ചെയ്ത് നോക്കാം. 1 2 3 4 5 6. ഇങ്ങനെ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആറ്റത്തിന്റെ കിട്ടുന്ന നമ്പർ 4 ആണ്. ഓപ്പോസിറ്റ് ചെയ്യുമ്പോൾ 1 2 3 3 ആണ്. അപ്പൊ 3 ആണോ 4 ആണോ? ഏതാണ് ചെറുത്? 3 അല്ലേ? ആൻസർ കിട്ടുന്നത് 3 മീഥൈൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം. സോ 3 മീഥൈൽ ഹെക്സേൻ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്ത് നോക്കിയേ, CH3 CH2 CH2 CO CH3. ഇത് കറക്റ്റ് ആണ്. കൊടുത്തത് പെന്റാൻ 2 ഓൺ എന്നാണ്. 1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട്. ഇനി 1 2 3 4 5 CO ഗ്രൂപ്പിന് ലോവസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിലല്ലേ ഇതിന്റെ നമ്പറും കൊടുത്തിട്ടുള്ളത്. അതായത് പെന്റാൻ 2 ഓൺ. CO ഗ്രൂപ്പിലോണ്ട് ON ആണ് നമ്മൾ ചേർക്കേണ്ട സഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, CH3 CH2 CH2 C ട്രിപ്പിൾ ബോണ്ട് C CH3. ഇവിടെ ഇതിന് കൊടുത്ത നെയിം ഹെക്സാൻ 3 ഹെക്സ് 3 ഹൈനാണ്. നമുക്ക് നോക്കിയാക്കാലോ ഇത് കറക്റ്റ് ആണെന്ന്. ഞാൻ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. 1 2 3 4 5 6. അപ്പൊ ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് ഈ ട്രിപ്പിൾ ബോണ്ട് കിട്ടുന്ന ലോവസ്റ്റ് നമ്പർ ഏതാണ്? 2 ആണ്. ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? 3 ആണ്. അപ്പൊ ഇത് ഓൾറെഡി നമുക്ക് ഈ നമ്പർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് റോങ് ആണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്നാ വരുന്നത്? ഹെക്സ് 2 അതിനാണ് കറക്റ്റ് ആൻസർ.
ഇനി ഇത് നോക്കിയേ, CH3 CH2 CHCl CCl CH3. ഇവിടെ ടോട്ടൽ എത്ര ക്ലോറിനാറ്റ് ഉണ്ട്? 1 2 3. 3 ക്ലോറിനാറ്റം ഉള്ളത്. നമുക്ക് കൊടുത്ത നെയിമിൽ എന്നാ ഉള്ളത്? ഡൈക്ലോറാന്നുള്ളത്. 3 ക്ലോറിനാറ്റം വന്ന് അതിനെ ഡൈ എന്ന് വിളിക്കുക, ട്രൈ എന്നല്ലേ വിളിക്കല്. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയെങ്കിൽ തന്നെ നമുക്ക് ഇത് മനസ്സിലാവും ഇത് റോങ് ആണെന്ന്. അപ്പൊ ഇതിന്റെ കറക്റ്റ് നെയിം എന്തായിരിക്കും വരുന്നത്? 1 2 3 4 5. അപ്പം ഇവിടെ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് 2ഉം 3 ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിലോ 1 2 3 4 5. കിട്ടുന്ന നമ്പർ 3ഉം 4ഉം ആണ്. ഒന്നാമത് കിട്ടിയ 3ഉം 2ഉം, മറ്റേത് കിട്ടിയ 3ഉം 4ഉം. അപ്പൊ ഇതിൽ ഏതാ ലോവസ്റ്റ്? 3ഉം 2ഉം അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടും തമ്മിൽ പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. 3 2ഉം കൂടി കൂട്ടി എത്രയാണ്? 5 കിട്ടുന്നത്. ഇനി 4ഉം 3ഉം കൂടി കൂട്ടിയാലോ 7 കിട്ടുന്നത്. 5 7 ഏതാ ചെറുത്? 5 അല്ലേ? അപ്പൊ 3 2 ആണ് ഇവിടുത്തെ പൊസിഷൻ നമ്പേഴ്സ് പറയുന്നത്. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ എത്ര ക്ലോറിനാറ്റ ഉള്ളത്? 2 ക്ലോറിനാറ്റ ഉള്ളത്. അപ്പം എങ്ങനെ നമ്പർ വരുന്നത്? 2,2. ഇനി മൂന്നാമത്തെ പൊസിഷനിലോ അവിടെ ഉണ്ട് ഒരു ക്ലോറിൻ. 2,3. എത്ര എണ്ണം ടോട്ടൽ? 3 എണ്ണം. അപ്പൊ ട്രൈക്ലോറോ പെൻഡേൻ. 5 കാർബണാറ്റ് ആയതുകൊണ്ട് പെൻഡേൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, 1ഉം 2ഉം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ടൈപ്പ് ഓഫ് ഐസോമർസ് ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? അപ്പൊ നോക്കി നോക്കിയേ, ഈ 2 കോമ്പൗണ്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ കോമ്പൗണ്ടിൽ എന്നാ ഉള്ളത്? O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. രണ്ടാമത്തെ കോമ്പൗണ്ടിലാണെങ്കിലോ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ രണ്ടിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണ്? സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് അല്ലേ? ഇങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിട്ട് ഐസോമറിസത്തിനെ വിളിക്കുന്ന പേരെന്താണ്? ഫങ്ഷണൽ ഐസോമറിസം. ഇനി റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് മെറ്റാമർ ഓഫ് കോമ്പൗണ്ട് 1. ഈ കോമ്പൗണ്ട് 1ന്റെ മെറ്റാമർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ കോമ്പൗണ്ട് 1 ഒന്ന് താഴേക്ക് എടുത്തതാ. CH3 CH2 O CH2 CH3. ഇതിന്റെ മെറ്റാമർ എഴുതുന്ന സമയത്തോ CH3 O. മെറ്റാമർ എങ്ങനെ എഴുതേണ്ടത്? ഈ O ഗ്രൂപ്പിനെ മുന്നോട്ടേക്കോ ബേക്കോട്ടേക്കോ മാറ്റി കൊടുത്താൽ മതി. ഇപ്പൊ CH3 O CH2 CH2 CH3. അതായത് മെറ്റാമർ എന്ന് പറയുമ്പോൾ എന്താ സംഭവം? അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലായിരുന്നു. മെറ്റാമർ പറയുമ്പോൾ അതിന് സെയിം മോളിക്കുലർ ഫോമുല ആയിരിക്കും. പക്ഷെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന് ഇരുവശത്തുള്ള ആൽക്കേൽ ഗ്രൂപ്പ് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ എടുത്തു നോക്കാം. ഈ ഒന്നാമത്തെ കോമ്പൗണ്ട് മോളിക്കുലർ ഫോമുല എന്താണ്? 1 2 3 4. 4 കാർബൺ ആറ്റ ഉള്ളത്. ഇനി ഹൈഡ്രജൻ ആറ്റ ആണെങ്കിലോ 3 3 6 6 2 8 8 2 10. C4H10O ആണ്. അടുത്ത കോമ്പൗണ്ട് ആണെങ്കിലോ ഇവിടെ ആണെങ്കിലും 1 2 3 4 4 കാർബൺ ആറ്റം. ഹൈഡ്രജൻ ആണ് 3 3 6 6 2 8 8 10. C4H10O. രണ്ടിന്റെ മോളിക്കുലർ ഫോമുല എന്താണ്? സെയിം ആണ്. ഇനി നോക്കി ഇവിടെ O അല്ലേ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഈ ഓക്ക് ചുറ്റുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ നോക്കിയേ. ഫസ്റ്റത്തെ കേസിൽ എന്നാ ഉള്ളത്? CH3 CH2 ഉള്ളത്. ഇനി രണ്ടാമത്തെ കേസിലാണെങ്കിലോ ഇവിടെ O ഗ്രൂപ്പിന്റെ ഒരു സൈഡിലുള്ളത് CH3, മറ്റേ സൈഡിലുള്ളത് CH2 CH2 CH3 ആണ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്നാണ്? ഡിഫറെന്റ് ആണ്. ഈ രണ്ട് കോമ്പൗണ്ടിനും സെയിം മോളിക്കുലർ ഫോമുലയാണ്. പക്ഷെ ഈ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്? ഡിഫറെന്റ് ആണ്. ഇത്തരത്തിലുള്ള കോമ്പൗണ്ടിനാണ് മെറ്റാമേഴ്സ് എന്ന് അറിയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ എക്സാമിന് മെറ്റാമേഴ്സ് എഴുതാൻ പറഞ്ഞാൽ ഈ O ഗ്രൂപ്പിന്റെ സ്ഥാനം അല്ലെങ്കിൽ ഈ ഓഗിനെ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറ്റിയിട്ടാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് പോകാൻ നോക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൺ. വാട്ട് ഇസ് ദ IUPAC നെയിം ഓഫ് ദിസ് ഫസ്റ്റ് കോമ്പൗണ്ട്? ഇത് രണ്ട് കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ട് IUPAC നെയിമാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കോമ്പൗണ്ട് ഓക്കെ. ഇവിടെ ഏത് ഗ്രൂപ്പായുള്ളത്? CHO ഗ്രൂപ്പാണ്. CHO എന്ന് പറയുമ്പോൾ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പം 1 2 3 4 5 5 കാർബണാറ്റം ഉണ്ട്. അപ്പം ഇതിന്റെ നെയിം വരുന്നത് 5 കാർബണാറ്റിൽ ആൽക്കൈന്റെ പേരുന്നത് പെൻഡേൻ ആണ്. പെൻഡേനിലത്തെ ഈ കളഞ്ഞു, എന്നിട്ട് എന്ത് ആഡ് ചെയ്തു? ആഡ് ചെയ്തു. അതായത് പെൻഡനാലാണ് കിട്ടുന്ന ആൻസർ. രണ്ടാമത്തെയാണ് ദീസ് 2 കോമ്പൗണ്ട്സ് ആർ ഐസോമേഴ്സ്. വൈ? ഈ രണ്ട് കോമ്പൗണ്ടും ഐസോമേഴ്സ് ആണ്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഐസോമേഴ്സ് എത്തരത്തിലെ കോമ്പൗണ്ടിനാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്? സെയിം മോളിക്കുലർ ഫോമുലയും ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള കോമ്പൗണ്ടിനെയാണ് ഐസോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ട് നോക്കിയേ. ഫസ്റ്റത്തെ കോമ്പൗണ്ട്, ഇതിന്റെ മോളിക്കുലർ ഫോമുല എന്താണ്? 1 2 3 4 5. C5 ആണ്. ഇതിനകത്തോ 3 2 5 5 2 7 7 2 9 9 10. C5H10O. ഇനി ഇതാണെങ്കിലോ
1 2 3 4 5 5 കാർബൺ ആറ്റം ഉണ്ട് C5. ഹൈഡ്രജൻ ആറ്റം 3 3 6 2 8 8 10 C5H10O. ഈ രണ്ട് കോമ്പൗണ്ടിന് എന്താണ് മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഇനി ഇതിന്റെ മോളിക്കുലർ ഫോർമുല രണ്ടിന്റെ സെയിം ആണ്. ഇനി ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയാലോ. നമുക്ക് ഓക്കെ ഇവിടെ എന്താണ് CO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിലോ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് ആ കോമ്പൗണ്ടിന്റെ സ്വഭാവം എന്നായിരിക്കും മാറിക്കൊണ്ടിരിക്കും. അതായത് സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒന്നിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പും ഒന്നിൽ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഇത് ഐസോമേഴ്സ് ആവാനുള്ള കാരണം എന്തായിരിക്കും? ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. So these two compounds having same molecular formula but different physical and chemical properties. അതുകൊണ്ടാണ് അതിനെ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് ഈ രണ്ട് കോമ്പൗണ്ടിന്റെയും തന്മാത്ര സൂത്രം എന്ന് പറയുന്നത് ഒന്നാണ്, പക്ഷെ അതിന്റെ രാസഭൗതിക ഗുണങ്ങൾ വ്യത്യസ്തമാണ്. അടുത്തതാണ് വാട്ട് ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്. അത് നമുക്ക് നോക്കിയാൽ സിമ്പിൾ തന്നെയാണ്. നോക്കി ഇവിടെ CHO ഗ്രൂപ്പ്, ഇവിടെ CO ഗ്രൂപ്പ്, രണ്ടിലും ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആയിട്ടുള്ള ഐസോമേഴ്സ് ആണ് ഫങ്ഷണൽ ഐസോമറിസം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്തതാണ് റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പൊസിഷൻ ഐസോമർ ഓഫ് സെക്കൻഡ് കോമ്പൗണ്ട്. ഈ സെക്കൻഡ് കോമ്പൗണ്ട് പൊസിഷൻ ഐസോമർ എഴുതാനാണ് പറയുന്നത്. നമുക്ക് കോമ്പൗണ്ട് എടുത്ത് എഴുതാം. CH3 CH2 CH2 CO CH3. അപ്പൊ ഇതിന്റെ പൊസിഷൻ ഐസോമർ എഴുതുന്ന സമയത്ത് എന്താ മതി? ഈ CO ഗ്രൂപ്പിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ CH3 CH2 CO CH2 CH3. അപ്പൊ ഇത് ഈ രണ്ട് കോമ്പൗണ്ട് ഒക്കെ ഈ രണ്ട് കോമ്പൗണ്ട് എന്നായിരിക്കും മോളിക്കുലർ ഫോർമുല സെയിം തന്നെയാണ്, പക്ഷെ ഇതിന്റെ CO ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്നാണ് ഡിഫറെന്റ് ആണ്. ഇവിടെ ആണെങ്കിൽ 1 2 രണ്ടാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പിലത്. ഇവിടെയാണ് 1 2 3 മൂന്നാമത്തെ പൊസിഷനിലാണ് CO ഗ്രൂപ്പിലത്. അപ്പം CO ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്നാണ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇതെന്താണ് ഇതിന്റെ പൊസിഷണൽ ഐസോമർ ആണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിൻ ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഐസോമറിക് പെയർസ്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമറിസം ഈസ് ഷോൺ ബൈ ഈച്ച് പെയർ. അതായത് നമ്മൾ ചില കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഇതിൽ ചില കോമ്പൗണ്ട്സ് സെയിം ഐസോമറിസം കാണിക്കുന്നുണ്ട്, അതിനെ ഗ്രൂപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെയാണ് മീതോക്സി പ്രൊപ്പേൻ. മീതോക്സി പ്രൊപ്പേന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ചു നോക്കാം നമുക്ക് ഫസ്റ്റ്. മീതോക്സി പ്രൊപ്പേൻ എന്ന് പറയുന്നത്, ഇപ്പൊ പ്രൊപ്പേൻ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം. ഇനി മീതോക്സി എന്ന് പറയുമ്പോൾ ഇവിടെ O CH3 CH2 CH2 CH3. ഇതാണ് മീതോക്സി പ്രൊപ്പൈന്റെ സ്ട്രക്ചർ വരുന്നത്. അടുത്തതാണ് 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ ബ്യൂട്ടേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 1 2 3 4 4 കാർബൺ ആറ്റം ഉള്ളത്. ഇനി 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേൻ എന്ന് പറയുന്നത്. അപ്പം 2,3 ഡൈമീഥൈൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, മൂന്നാമത്തെ പൊസിഷനിലും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി എന്ത് ചെയ്തോ അതിന് ബാലൻസ് ഫില്ലാക്കിയാൽ മതി. CH3 1 2 3 4 CH3 CH CH3 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 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്തതാണ് പ്രൊപ്പാൻ 1 ഓൾ എന്ന് പറയുന്നത്. പ്രൊപ്പാൻ 1 ഓൾ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 3 കാർബൺ ആറ്റം ഉണ്ട്. ഇനി CH2 OH CH2 CH3 ഒന്നാമത്തെ പൊസിഷനിൽ എന്തുണ്ട്? ഓൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഈതോക്സി ഈതേൻ. ഈതോക്സി ഈതേൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡിൽ ഒന്നാണ് 2 കാർബൺ ആറ്റമുള്ള കോമ്പൗണ്ടാണ് ഉള്ളത്. CH2 CH3 CH2 CH3. അടുത്തതാണ് പ്രൊപ്പാൻ 2 ഓൾ. പ്രൊപ്പാൻ 2 ഓൾ എന്ന് പറയുമ്പോൾ 3 കാർബൺ ആറ്റം, രണ്ടാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ് CH3 CH3. ഇതാണ് പ്രൊപ്പാൻ 2 ഓൾ. ലാസ്റ്റത്തതാണ് ഹെക്സേൻ. ഹെക്സേൻ നമുക്ക് ഇവിടെ വരക്കാം. ഹെക്സേൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം. 1 2 3 4 5 6 CH3 CH2 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 CH3.
ഇനി അപ്പൊ ഇതിന്റെ എല്ലാം സ്ട്രക്ചർ വരച്ചില്ലേ? ഇനി ഇത് ഏതെല്ലാമാണ് ഇതിലത്തെ ഐസോമറിക് പെയേഴ്സ് നോക്കിയാലോ? ഫസ്റ്റത്തെ കോമ്പൗണ്ട് നോക്കിയേ, CH3O CH2 ഇത് വരുന്ന മീതോക്സി പ്രൊപ്പേൻ ആണ്. ഇനി ഇതുപോലെ O ഗ്രൂപ്പ് വരുന്ന വേറെ ഏതെങ്കിലും കോമ്പൗണ്ട് നോക്കിയേ, ഡി എന്ന് പറയുന്ന കോമ്പൗണ്ട് നോക്കി, ഇത് CH3 ആണ്. അപ്പൊ ഈ രണ്ട് കോമ്പൗണ്ടിൽ നിന്നുണ്ട് O എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, അതായത് രണ്ടും ഈതറിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത് രണ്ടും ഐസോമേഴ്സ് ആണെന്ന് നോക്കിയാൽ പോരെ. ഇനി ഫസ്റ്റത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോമിൽ നോക്കിയ 1 2 3 4 4 കാർബണാറ്റ് അതിലത്. ഹൈഡ്രജൻ ആറ്റം എന്തെങ്കിലോ 3 3 6 6 2 8 8 2 10 C4H10O. ഇതിന്റെ ആണെങ്കിലോ 1 2 3 4 4 കാർബണാറ്റ് ഉണ്ട്. ഹൈഡ്രജൻ ആണെങ്കിലോ 3 3 6 6 2 8 8 2 10 C4H10O. അപ്പൊ രണ്ടും ഒന്നാണ് മെറ്റാമേഴ്സ് ആണ്. എയും ഡിയും മെറ്റാമേഴ്സ് ആണ്. അപ്പം എ ആൻഡ് ഡി ആർ മെറ്റാമേഴ്സ്. അപ്പൊ ഒരു പേരിനെ കിട്ടിയില്ലേ? പ്രൊപ്പാൻ 1 പ്രൊപ്പാൻ 2 നോക്കിയേ. പ്രൊപ്പാൻ 1 പറയുമ്പം CH3CH2CH2OH ആണ്. പ്രൊപ്പാൻ 2 ആണെങ്കിലോ CH3CH3OH ആണ്. ഇവിടെ നോക്കിയേ, പ്രൊപ്പാൻ 1 ഒന്നാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പാൻ 2 രണ്ടാമത്തെ പൊസിഷനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഈ പ്രൊപ്പാൻ 1 പ്രൊപ്പാൻ 2 ഏതിന് എക്സാമ്പിൾ ആണ്? പൊസിഷൻ ഐസോമേഴ്സിന് എക്സാമ്പിൾ അല്ലേ? കാരണം ഒന്നാമത്തേല് OH ഗ്രൂപ്പ് അഥവാ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ സ്ഥാനം ഒന്നാമത്തെ പൊസിഷനിൽ, രണ്ടാമത്തെ ഇനി ഇ എന്ന് പറയുന്ന കോമ്പൗണ്ടിലാണെങ്കിൽ പ്രൊപ്പാൻ 2 OH ഗ്രൂപ്പിന്റെ സ്ഥാനം രണ്ടാമത്തേല്. അപ്പൊ OH ഗ്രൂപ്പിന്റെ പൊസിഷനിലാണ് മാറ്റം. അപ്പം സി ആൻഡ് ഇ ആർ പൊസിഷൻ ഐസോമേഴ്സ്. ഇനി ബാക്കി ഏതാ ഉള്ളത്? ഹെക്സേനും 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേനും ആണ്. നോക്കി 2,3 ഡൈമീഥൈൽ ബ്യൂട്ടേന്റെ സ്ട്രക്ചർ നോക്കിയേ, CH3 ഇനി ഹെക്സേൻ ആണെങ്കിലോ CH3 ഇത് രണ്ടും ഏതിന് എക്സാമ്പിൾ ആണ്? ചെയിൻ ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പം ബി ആൻഡ് എഫ് ആർ ചെയിൻ ഐസോമേഴ്സ്. അപ്പം എയും ഡിയും മെറ്റാമേഴ്സ് ആണ്, സിയും ഇയും പൊസിഷൻ ഐസോമേഴ്സ് ആണ്, ബിയും എഫും ചെയിൻ ഐസോമേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം.